അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. കേട്ടറ്റ് PSC അറബിക് ഗ്രാമർ PYQ സീരീസിലെ മൂന്നാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന് അഫ്ആലുൽ ഖംസ, രണ്ട് അസ്മാഉൽ ഖംസ. ഈ രണ്ട് ഭാഗങ്ങളും കേട്ടറ്റ് അതുപോലെ PSC പരീക്ഷകൾക്ക് നിരന്തരം ചോദ്യപേപ്പറിൽ കാണുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഏറാബുകളും ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യൽ വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് എന്താണ് അഫ്ആലുൽ ഖംസ, എന്താണ് അസ്മാഉൽ ഖംസ, അതിൻ്റെ ഏറാബുകൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് അൽ അഫ്ആലുൽ ഖംസ. എന്താണ് അൽ അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്? അൽ അഫ്ആലുൽ ഖംസത്തു ഹിയ കുല്ലു മുളാരിയൻ, എല്ലാ മുളാരിയായ ഫേലുമാണ്. ഇത്തസ്വലത്ത് ബിഹി അലിഫു ഇസ്നൈൻ, അതായത് തെസ്നിയയുടെ അലിഫ്, ഔ വാവ് ജമാഅത്തിൻ അല്ലെങ്കിൽ ജംഇൻ്റെ വാവ്, ഔ യാ മുഖാത്തബത്തിൻ അല്ലെങ്കിൽ മുഖാത്തബത്തിൻ്റെ യാ. അപ്പോൾ മുഖാത്തബത്തിൻ്റെ യാ ഓ, ജംഇൻ്റെ വാവോ, അതുപോലെ തന്നെ തെസ്നിയയുടെ അലിഫോ, ഇത് ചേർന്ന് വരുന്ന എല്ലാ മുളാരിയായ ഫിഅലിനും പറയുന്നതാണ് അൽ അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് നോക്കാം. ഒന്ന് യഫ്അലാനി, രണ്ട് തഫ്അലാനി, മൂന്ന് യഫ്അലൂന, നാല് തഫ്അലൂന, അഞ്ച് തഫ്അലീന. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം യഫ്അലാനിയിലും തഫ്അലാനിയിലും തെസ്നിയയുടെ അലിഫ് ചേർന്ന് വന്നു. മൂന്നാമത്തേതിലും നാലാമത്തേതിലും, അതായത് യഫ്അലൂന തഫ്അലൂന, ഇതിൽ രണ്ടിലും ജംഇൻ്റെ വാവ് ചേർന്ന് വന്നു. അവസാനത്തേതായിട്ടുള്ള തഫ്അലീനയിൽ മുഖാത്തബത്തിൻ്റെ യാവും ചേർന്ന് വന്നു. ഇത് മൂന്നും ചേർന്ന് വന്ന 5 ഫേലുകൾക്കാണ് നമ്മൾ മുളാരിയായ ഫേലുകൾക്കാണ് അൽ അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഇറാബ് എങ്ങനെയാണ് നോക്കാം. അൽ അഫ്ആലുൽ ഖംസത്തു, അഫ്ആലുൽ ഖംസ തുർഫഉ, അത് റഫ് ചെയ്യപ്പെടും, ബി സുബൂത്തിൻ നൂനി, നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് അത് റഫ് ചെയ്യപ്പെടുന്നത്. വ തുൻസബു വ തുജ്സമു, അത് നെസ്ബ് ചെയ്യപ്പെടും, അതുപോലെ തന്നെ ജസ്മ് ചെയ്യപ്പെടും, ബി ഹദ്ഫിഹ, ആ നൂനിനെ കളയൽ കൊണ്ട്. അപ്പോൾ റഫ് ചെയ്യുന്നത് നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടും നെസ്ബും ജസ്മും ചെയ്യുന്നത് നൂനിനെ കളയൽ കൊണ്ടുമാണ്. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അത്തുല്ലാബു യദ്ഹബൂന, ഇവിടെ യദ്ഹബൂന എന്ന് പറയുമ്പോൾ അത് റഫിൻ്റെ സാഹചര്യമാണ് അല്ലേ. വിദ്യാർത്ഥികളാകുന്നത് അവർ യദ്ഹബൂന, അപ്പോൾ റഫിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ എന്തു പറഞ്ഞു, നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ടാണ് ഇവിടെ റഫ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഉദാഹരണം അത്തുല്ലാബു ലം യദ്ഹബൂ, അവിടെ മുളാരിക്ക് ജസ്മ് ചെയ്യുന്ന ലമ്മ് അവിടെ കൊടുത്തപ്പോൾ മുളാരി എങ്ങനെ ജസ്മ് ചെയ്തു, ആ നൂനെ കളയൽ കൊണ്ട്. അപ്പോൾ യദ്ഹബൂന എന്നതിൽ നൂനെ കളഞ്ഞിട്ട് യദ്ഹബൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ജസ്മ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഉദാഹരണം അത്തുല്ലാബു ലൻ യദ്ഹബൂ, അപ്പോൾ ലൻ എന്ന് പറയുന്നത് അൻ, ലൻ, കൈ, ഇതൻ, ഇതൊക്കെ പറയുന്നത് മുളാരിയായ ഫീലിന് നെസ്ബ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നെസ്ബ് ചെയ്തത്? യദ്ഹബൂന എന്നതിൽ നൂനെ കളഞ്ഞിട്ട് ലൻ യദ്ഹബൂ എന്നാണ് പറഞ്ഞത്. അപ്പം നൂനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫും നൂനെ കളയൽ കൊണ്ട് ജസ്മും നെസ്ബും. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അൽ അഫ്ആലുൽ ഖംസ എന്ന ഭാഗത്ത് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ രണ്ടാമത്തെ ഏരിയ ആയിട്ടുള്ള അൽ അസ്മാഉൽ ഖംസത്തു, 5 ഇസ്മുകളുണ്ട്. ഏതൊക്കെയാണ് അസ്മാഉൽ ഖംസ എന്ന് പറയുന്നത്? ഒന്ന് അബ്, 2 അഹ്, 3 ഹമ്, 4 ഫു, 5 ദു അല്ലേ. അതായത് നമ്മൾ ഫു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വായക്കാണ്, ഫമ്. ദു എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഉടമക്കാണ് ദു എന്ന് പറയുന്നത്. അപ്പോൾ ദുൽ കിതാബ് എന്ന് പറഞ്ഞാൽ ആ കിതാബിൻ്റെ സ്വാഹിബ് എന്നർത്ഥം. ഈ 5 എണ്ണത്തിനാണ് നമ്മൾ അസ്മാഉൽ ഖംസ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇറാബ് എങ്ങനെ നോക്കാം. തുർഫഉ ബിൽ വാവി, വാവ് കൊണ്ടാണ് റഫ് ചെയ്യുന്നത്. വ തുൻസബു ബിൽ അലിഫി, അലിഫ് കൊണ്ടാണ് നെസ്ബ് ചെയ്യുന്നത്. വ തുജറു ബിൽ യാഇ, യാ കൊണ്ടാണ് ജറ് ചെയ്യുന്നത്. വാവ് കൊണ്ട് റഫ്ഉം
അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജറും. ഇതാണ് അസ്മാഉൽ ഖംസയുടെ ഇറാബ്. പക്ഷേ ഈ ഇറാബിന് ഒരു മാനദണ്ഡമുണ്ട്. വഹാദൽ ഇറാബു, ഈ ഇറാബ് യഖ്തലി, ഇത് തേടും ഇലാഫത്ത ഹാദിഹിൽ അസ്മാ, നമ്മൾ ഈ പറയപ്പെട്ട ഇസ്മുണ്ടല്ലോ, അതെന്ത് ചെയ്യണം? ഇലാഫത്ത് ചെയ്തിരിക്കണം, അത് മുലാഫായിരിക്കണം ഇല ഇസ്മിൻ ആഖറ, മറ്റൊരു ഇസ്മിനോട് അതെന്തായിരിക്കണം? ഇലാഫത്ത് ചെയ്തിരിക്കണം. വൈറ യാ ഇൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്ത അവസ്ഥയിൽ. മുത്തക്കല്ലിമിൻ്റെ യാ എന്ന് പറയുമ്പോൾ നമ്മൾ അബി എൻ്റെ ഉപ്പ, അഹി എൻ്റെ സഹോദരൻ, അങ്ങനെ മുത്തക്കല്ലിമിൻ്റെ യായിലേക്കാണ് ഇലാഫത്ത് ചെയ്തതുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല? നമ്മൾ ഈ മേൽ പറയപ്പെട്ട ഈ ഇറാബുകളല്ല ഉണ്ടാവുക. ഇപ്പോൾ മുത്തക്കല്ലിമിൻ്റെ യാ അല്ലാത്ത മറ്റു ഏതൊരു ഇസ്മിലേക്കും ഇലാഫത്ത് ചെയ്താൽ മേൽ പറയപ്പെട്ട നിയമങ്ങളാണ് അസ്മാഉൽ ഖംസക്ക് ഉണ്ടാവുക. നമുക്ക് ഉദാഹരണം നോക്കാം. നമ്മൾ ഹദീസ് കിതാബുകളൊക്കെ നോക്കുന്ന സമയത്ത് കാണാറുണ്ട് അല്ലേ, ചില സ്ഥലത്ത് അബൂ ഹുറൈറ എന്നുണ്ടാവും, ചില സ്ഥലത്ത് അബാ ഹുറൈറ എന്നുണ്ടാവും, ചില സ്ഥലത്ത് അബി ഹുറൈറ എന്നുണ്ടാവും. അപ്പോൾ ആ ഒറ്റ ഉദാഹരണം നോക്കിയാൽ അസ്മാഉൽ ഖംസയുടെ ഇറാബ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ അബു എന്നുള്ളത് കാല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫായിലായിട്ടാണ്. കാല അബൂ ഹുറൈറ. അപ്പോൾ റഫ് എങ്ങനെയാണ് വന്നത്? വാവ് കൊണ്ടാണ് റഫിലെ അബൂ എന്നാണ് പറയുക. ഇനി നെസ്ബി ചെയ്യുന്ന ഉദാഹരണമാണ് സമിഅത്തു, ഞാൻ കേട്ടുലെ. ആരെ കേട്ടു? സമിഅത്തു അബാ ഹുറൈറ റളിയല്ലാഹു അൻഹുലെ. അവിടെ നെസ്ബാണ്. അപ്പോൾ എങ്ങനെ നെസ്ബ് ചെയ്തത്? അലിഫ് കൊണ്ടാണ് നെസ്ബ് ചെയ്തത്. സമിഅത്തു അബാ എന്നാണ് പറഞ്ഞത്. അതുപോലെ ജെറി ചെയ്യുന്ന ഉദാഹരണമാണ് അൻ അബി ഹുറൈറ അല്ലേ. അൻ ജെറിൻ്റെ അർഫാണ്, അവിടെ യാ കൊണ്ട് ജെർ ചെയ്തു, അൻ അബി ഹുറൈറ. അപ്പോൾ അബൂ ഹുറൈറ, അബാ ഹുറൈറ, അബി ഹുറൈറ, ഈ 3 ഉദാഹരണം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് അസ്മാഉൽ ഖംസ എന്ന ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അസ്മാഉൽ ഖംസക്ക് നമ്മൾ ഈ പറയപ്പെട്ട വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നെസ്ബും യാ കൊണ്ട് ജറും കൊടുക്കുന്നതിന് ചില ഷർത്തുകളുണ്ട്. ഷർത്തു ഇറാബി ഹാദിൽ അസ്മായി, ഈ പറയപ്പെട്ട ഇസ്മിന് നമ്മൾ ഇറാബ് കൊടുത്തല്ലോ, അതിന് ഷർത്തുകൾ എത്രണ്ണാണ്? സലാസത്തു ഉമൂരിൻ, 3 ഷർത്തുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അൻ തകൂന മുഫ്രദത്തൻ, ഇതെന്തായിരിക്കണം? മുഫ്രദായിരിക്കണം. അതായത് അബ് എന്നത് മുഫ്രദാണല്ലോ, അങ്ങനെ അബ് എന്ന് മുഫ്രദായിരിക്കണം. അല്ലാതെ ആബാ, അബിൻ്റെ ജമ്മാണ് ആബാവിന് നിയമമല്ല. അതുപോലെ അബവാനി, അതിന് നിയമമല്ല. അബ് എന്നതിന് മാത്രമേ നിയമമുള്ളൂ. അപ്പോൾ എന്തായിരിക്കണം? മുഫ്രദായിരിക്കണം. രണ്ടാമത്തത് അൻ തെക്കൂന മുഖബറത്തൻ, ഇതെന്ത് ചെയ്യരുത്? അബ് എന്ന വേർഡിനെ തസ്ഈർ ചെയ്ത് ഉബയ്യി എന്നൊക്കെ തസ്ഈർ ചെയ്തായിരിക്കരുത്, അത് മുഖബറത്തായിട്ട് തന്നെ ഉണ്ടായിരിക്കണം. മൂന്നാമത്തത് അൻ തെക്കൂന മുലാഫത്തൻ, ഇത് ഇലാഫത്ത് ചെയ്യപ്പെട്ടതായിരിക്കണം. അതായത് അബ് എന്നതിന് വേറൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ നേരത്തെ അബൂ ഹുറൈറ, അബിനെ ഹുറൈറയിലേക്ക് ഇലാഫത്ത് ചെയ്തു. അതുപോലെ ജ അബൂ സെയ്ദിൻ, അങ്ങനെ ഒന്നിലേക്ക് എന്ത് ചെയ്യണം? ഇലാഫത്ത് ചെയ്തിരിക്കണം. അപ്പോഴേ വാവ് കൊണ്ട് റഫും അലിഫ് കൊണ്ട് നെസ്ബും യാ കൊണ്ട് ജറും ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വെറും അബ് എന്ന് മാത്രം പറഞ്ഞു, ജ അബുൻ, അവിടെ വാവ് കൊണ്ടല്ല റഫ്, അവിടെ ലൊമ്മത്ത് കൊണ്ടാണ് റഫ്. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് വേറെ ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യപ്പെട്ടതായിരിക്കണം. ഈ 3 ഷർത്തുകൾ ഉണ്ടാവുമ്പോൾ മാത്രമാണ് ഈ അസ്മാഉൽ ഖംസക്ക് നമ്മൾ ഈ മേൽ പറയപ്പെട്ട ഇറാബുകൾ നമ്മൾ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അഫ്ആലുൽ ഖംസ അതുപോലെ തന്നെ അസ്മാഉൽ ഖംസ എന്ന ഏരിയയിൽ നമ്മൾ നോക്കേണ്ടത്. ഇനി ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നോക്കാം. ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനാണ് അലാമത്തു ഇറാബിൽ അസ്മാഇൽ ഖംസ, അസ്മാഉൽ ഖംസയുടെ ഇറാബിൻ്റെ അലാമത്ത് എങ്ങനെയാണ് അല്ലേ? ഹിയ ഓപ്ഷൻസ് അൽ അലിഫു റഫ്അൻ, റഫ് അലിഫു ഉണ്ട്. അൽ യാ ഉ നസ്ബൻ വ ജർറൻ, നസ്ബും ജറും യാ കൊണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എങ്ങനെയാണ്? അൽ വാവു റഫ്അൻ, വാവ് കൊണ്ട് റഫ്. അൽ യാ ഉ നസ്ബൻ വ ജർറൻ, നസ്ബും ജറും യാ കൊണ്ട്. മൂന്നാമത്തെ ഓപ്ഷൻ അൽ വാവു റഫ്അൻ, വാവ് കൊണ്ട് റഫ്. അൽ യാ ഉ നസ്ബൻ, യാ കൊണ്ട് നസ്ബ്. അൽ അലിഫ് ജർറൻ, അലിഫ് ജർ അങ്ങനെ അലിഫ് ഉണ്ട്. നാലാമത്തെ ഓപ്ഷൻ അൽ വാവു റഫ്അൻ അൽ അലിഫു നസ്ബൻ അൽ യാ ഉ ജർറൻ അല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നാലാമത്തെ ഓപ്ഷനാണ് കറക്റ്റ്. വാവ് കൊണ്ട് റഫ് ചെയ്യും, അലിഫ് കൊണ്ട് നസ്ബ് ചെയ്യും, യാ കൊണ്ട് ജറ് ചെയ്യും. അബാ ഹുറൈറ, അബൂ ഹുറൈറ, അബി ഹുറൈറ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം.
അഫ്ആലുൽ ഖംസ എന്ന് പറയുന്നത് ഹിയ അത് എന്താണ് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. കുല്ലു മുലാരിയൻ ഇത്തസലത്ത് ബിഹി അലിഫിസ്നൈൻ, തെസ്നിയയുടെ അലിഫ് ചേർന്ന എല്ലാ മുലാരിയായ ഫീലും. കുല്ലു മുലാരിയൻ ഇത്തസലത്ത് ബിഹി വാവുൽ ജമാഅത്തി, ജംഇൻ്റെ വാവ് ചേർന്ന് വന്നിട്ടുള്ള എല്ലാ മുലാരിയും. 3-ാമത്തെ ഓപ്ഷൻ കുല്ലു മുലാരിയൻ ഇത്തസലത്ത് ബിഹി യാ ഉൽ മുഖാത്തബത്തി, മുഖാത്തബത്തിൻ്റെ യാ ചേർന്ന് വന്നിട്ടുള്ള എല്ലാ മുലാരിയായ ഫീലും അല്ലേ. 4-ാമത്തെ ഓപ്ഷൻ ജമീ മദുക്കിർ, ഈ പറയപ്പെട്ട എല്ലാം ശരിയാണെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്താണ് അഫ്ആലുൽ ഖംസ എന്ന് പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഏതൊക്കെയായിരുന്നു? തെസ്നിയയുടെ അലിഫും ജംഇൻ്റെ വാവും മുഖാത്തബത്തിൻ്റെ യാവും. അപ്പോൾ ഓപ്ഷൻ എയും ബിയും സിയും ജമീ മദുക്കിർ കറക്റ്റ് ആൻസറാണ്. ഇതൊക്കെ PYQ വന്നിട്ടുള്ളതാണ്. അടുത്തൊരു PYQ നോക്കാം. അൽ മുലാരിഉൽ മുത്തസിലു ബി അലിഫുൽ ഇസ്നൈൻ, അലിഫുൽ ഇസ്നൈനി ചേർന്ന് വന്ന മുലാരി ഔ വാവുൽ ജമാഅത്തി അല്ലെങ്കിൽ വാവുൽ ജമാഅത്ത്, ഔ യാഉൽ മുഖാത്തബത്തി അല്ലെങ്കിൽ മുഖാത്തബത്തിൻ്റെ യാ, യുസമ്മ അതിന് പറയുന്ന പേരാണ് അഫ്ആലുൽ മബ്നിയ എന്നാണോ, അഫ്ആലുൽ നാഖിസ എന്നാണോ, അഫ്ആലുൽ മുഅറബ എന്നാണോ, അഫ്ആലുൽ ഖംസ എന്നാണോ? നമുക്കറിയാം അല്ലേ, അഫ്ആലുൽ ഖംസയാണ്. അടുത്തൊരു ചോദ്യം, അൽ അസ്മാഉൽ ഖംസതു തുൻസബു, അസ്മാഉൽ ഖംസ നെസ്ബ് ചെയ്യപ്പെടും ബി, എന്തുകൊണ്ടാണ് നെസ്ബ് ചെയ്യപ്പെടുന്നത്? ഫത്ത് കൊണ്ടാണോ, യാവ് കൊണ്ടാണോ, അലിഫ് കൊണ്ടാണോ, കസ്റത്ത് കൊണ്ടാണോ? അസ്മാഉൽ ഖംസ നമ്മളെങ്ങനെ പഠിച്ചത്? അബാ ഹുറൈറ അലിഫ് കൊണ്ട്. അപ്പോൾ അസ്മാഉൽ ഖംസക്ക് നെസ്ബ് ചെയ്യപ്പെടുന്നത് അലിഫ് കൊണ്ടാണ് അല്ലേ. നമ്മൾ അബാ ഹുറൈറ സമീഅതു അബാ ഹുറൈറ ആ ഉദാഹരണം മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ രൂപത്തിലാണ് നമ്മൾ പരീക്ഷയ്ക്ക് ഒരുങ്ങേണ്ടത്. അപ്പോൾ അഫ്ആലുൽ ഖംസ അതുപോലെ അസ്മാഉൽ ഖംസ ഈ 2 ഏരിയയിൽ നിന്ന് നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെയുള്ള അടുത്ത വിഷയങ്ങൾ നമ്മുടെ ചാനലിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.